മുൻകാലങ്ങളിൽ എങ്ങും കണ്ടിട്ടില്ലാത്ത ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചൂട് കേരളത്തെ വലയ്ക്കുകയാണ്. സ്വാഭാവിക പരിധി കടന്ന ചൂട് പല ജില്ലകളിലും ഉഷ്ണതരംഗവുമായി മാറി. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളം ചുട്ടുപൊള്ളുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നോക്കാം. 2023 കഴിഞ്ഞ 100 വർഷത്തിനിടയിലെ ഏറ്റവും ചൂട് കൂടിയ വർഷമായാണ് വിലയിരുത്തിയത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് 2024 അതികഠിന താപത്തെയും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. എൽനിനോ അന്തരീക്ഷ സംക്രമണത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ദക്ഷിണേന്ത്യയും അറബിക്കടലും ഉൾപ്പെടുന്ന പ്രദേശത്ത് അതിമർദ്ദ മേഖല രൂപപ്പെടുത്തുന്നതും ഉയർന്ന വായു സമ്മർദ്ദത്തിൽ അന്തരീക്ഷം കൂടുതൽ ചൂടാകുന്നതും മഴമേഘ രൂപീകരണത്തെ തടസ്സപ്പെടുത്തുന്നതുമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്തരീക്ഷ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് അഭിലാഷ്. നമുക്കറിയാം, കേരളത്തിൽ വേനൽക്കാലം നേരത്തെ തുടങ്ങി ഇതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ താപനില 2-3 ഡിഗ്രി കൂടി നിൽക്കുകയായിരുന്നു ശരാശരിയിൽ നിന്നും ജനുവരി മാസത്തിൽ. അതിനുശേഷം ഫെബ്രുവരി മാസമായപ്പോഴത്തേനും താപനില 35 ഡിഗ്രിയിലേക്ക് ഉയർന്നു. അത് ദീർഘകാല ശരാശരിയിൽ നിന്നും 3-3.5 ഡിഗ്രി കൂടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മാസം ആയപ്പോഴേക്കും ഈ താപനില ഉയർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തു നിന്നും മഴമേഘങ്ങൾ മാറി നിൽക്കുകയും മഴ ലഭിക്കാത്ത വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഏപ്രിൽ മാസം അവസാനമാകുമ്പോൾ വലിയ തോതിലുള്ള ഉഷ്ണതരംഗങ്ങൾ നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കേരള തീരത്തെ കടൽ വെള്ളം ചൂടുപിടിച്ചു കിടക്കുന്നതും അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് കൂടുന്നതുമാണ് രാത്രികാലത്ത് താപനില ഉയർന്നതിന് പ്രധാന കാരണമാകുന്നത്. പകൽ സമയത്തെ സൂര്യതാപം ഉണ്ടാക്കുന്ന അപകടങ്ങളും ചെറുതല്ല. ഹീറ്റ് എക്സോഷൻ ഇത് പല വ്യക്തികളിലും പല ഏജ് ഗ്രൂപ്പിലും ഒക്കെ പലതരത്തിലാണ്. കുട്ടികളിലും പ്രായമായവരിലും ഇത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ താപക്രമത്തെ ക്രമീകരിക്കാൻ ശരീരത്തിന് കഴിയാതെ വരുമ്പം ശരീര താപനിലയും അന്തരീക്ഷ താപനില വീഴുന്ന പോലെ വീഴുന്ന ഒരു ഘട്ടമുണ്ടാകും. അപ്പോൾ അങ്ങനെ ശരീരത്തിന് അന്തരീക്ഷത്തിലെ താപനിലയുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം സ്വാഭാവികമായിട്ട് തകരാറിലാകുന്ന അവസരത്തിലാണ് ഒരു ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം ഉണ്ടായിട്ട് അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റു തരത്തിലുള്ള അവയവങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടായി അത് മരണത്തിലേക്ക് വരെ നയിക്കാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കഴിവതും ചൂട് ഡയറക്റ്റ് ഏക്കാത്ത തണൽ സ്ഥലങ്ങളിലേക്ക് മാറുകയും ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും എടുക്കാവുന്ന മുൻകരുതലുകൾ എന്ന് പറയുന്നത്. മെയ് 2ാം വാരത്തോടു കൂടി മൺസൂൺ എത്തുമെന്നാണ് പ്രതീക്ഷ. അതുവരെ നിലവിലെ സാഹചര്യം തുടരും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളോടൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും നടപ്പിലാക്കേണ്ടതുണ്ട്. കൊടും ചൂടാണ്, വെയിലത്തിറങ്ങാതിരിക്കുക എന്നത് മാത്രമാണ് പ്രതിവിധി. അതിന് പറ്റാത്ത ജോലിയുള്ളവർ മുൻകരുതലുകൾ എടുക്കുക തന്നെ വേണം. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്, കൊച്ചി.